ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നതെന്ത്? സീൻ ബൈ സീൻ വിശദീകരിക്കും പി.സി. സൈഫുദ്ദീൻ. ദിവ്യ, ആക്രമിച്ചെന്ന് മന്ത്രിയും CPM-ഉം പറയുന്നു, ആക്രമിച്ചില്ല എന്ന് KCUവും കോൺഗ്രസും പറയുന്നു. എന്താണ് ഇന്നലെ കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. എന്ന് വെച്ചാൽ അവൈലബിൾ ആയ ദൃശ്യങ്ങളാണ്. ഇനി ഈ ദൃശ്യങ്ങളല്ലാത്ത എന്തെങ്കിലും പുറത്തു വന്നാൽ മാത്രമേ ഇതല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് CCTV വിഷ്വൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവൈലബിൾ ആയ നമ്മുടെ വിഷ്വൽസ് ഉപയോഗിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം ഇന്നലെ വൈകുന്നേരം എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യത്തെ സീൻ ഒന്നാം പ്ലാറ്റ്ഫോം മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നു. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ അവരുടെ ഗൺമാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഗൺമാനെ പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്തും കാണേണ്ടതുണ്ട്. ഗൺമാനും കൂടി മന്ത്രി കാറിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് സ്റ്റേഷനിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മുന്നിൽ പോലീസുകാരുണ്ട്. ഒരു 10-15 പോലീസുകാർ ആ സമയം മന്ത്രിക്കൊപ്പമുണ്ട്. ഈ സമയം ഓപ്പോസിറ്റ് സൈഡിലാണ് കേസ് പ്രവർത്തിയുള്ളത്. സ്റ്റേഷനിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിനിടെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. കൂടെയുണ്ടായിരുന്ന പോലീസ് തടയുന്നുണ്ട്. പോലീസിനോട് മന്ത്രി സംസാരിക്കുന്നുണ്ട്. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ പോലീസ് തടയുമ്പോൾ ആ പോലീസുകാരോടും സംസാരിക്കുന്നുണ്ട്. ഒപ്പം KSU പ്രവർത്തകരോട് കയർക്കുകയും ചോദിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. സീൻ 2 ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീൻ 3 ഒന്നാം പ്ലാറ്റ്ഫോം തന്നെയാണ്. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്നുണ്ട്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ നേരിട്ട്, അതായത് KSUക്കാരോട് നേരിട്ട് സംസാരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി. അതാണ് നമ്മൾ സീൻ 3 നമ്മൾ കാണുന്നത്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഈ പോലീസിനോട് തന്നെ കയർക്കുന്ന മന്ത്രിയെയും നമുക്ക് കാണാം. ഇതാണ് സീൻ 3. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴോ ആണ് ഈ മന്ത്രിയും CPM-ഉം ആരോപിക്കുന്നത് പോലെയുള്ള ആക്രമണം നടക്കേണ്ടത്. അങ്ങനെ നടന്നതായി പിന്നീടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നില്ല. സീൻ 4 ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് അവിടെ ശ്രമിക്കുന്നുണ്ട്. ഈ മന്ത്രിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ ആവശ്യപ്പെടുന്നു. സീൻ 4 മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അവരുടെ മാനേഴ്സിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് പറ്റിയതായി അറിയുന്നുമില്ല. പക്ഷേ പരിക്കുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും സീൻ 5 വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മന്ത്രിക്ക് ട്രെയിൻ കയറേണ്ടത്. ആ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം പോലീസുകാരോട് സംസാരിച്ച് മാധ്യമപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കൂളായി മന്ത്രി പോകുന്നു. ആ സമയമൊന്നും മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയതായി ദൃശ്യങ്ങൾ എവിടെയും അവരുടെ മുഖഭാവങ്ങളിലൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നീടാണ് അവർക്ക് വേദന തോന്നുന്നതും അവിടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതൊക്കെ. സീൻ 5 നമ്മൾ കാണുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ കൂളായി നോർമലായി പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ സീൻ 5 കാണുന്നത്. ഇപ്പോൾ സീൻ 6 3ാം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. തലയുടെ ഈ സൈഡിലായി വേദനയുണ്ട്. അവശത അനുഭവപ്പെട്ട അവർ മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്പീക്കർ AN ഷംസീർ അവരുടെ അടുത്തുണ്ടായിരുന്നു. സ്പീക്കർ AN ഷംസീറാണ് ആദ്യം CM-നെ വിളിക്കുന്നത്. അതനുസരിച്ചാണ് CM അവരെ വിളിക്കുന്നത്. മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 3ാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി സീൻ 7 ആശുപത്രിയിലാണ്. മന്ത്രിയെ ജില്ലാ ആശുപത്രി ICU-വിലേക്കാണ് വേഗത്തിൽ മാറ്റുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേദനയുണ്ട്, തലയുടെ സൈഡിൽ വേദനയുണ്ടെന്ന് അവർ CM-നോട് പറയുന്നു. വേഗത്തിൽ തന്നെ അറേഞ്ച്മെന്റ്സ് ഒരുക്കാൻ CM ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ അടക്കം നിർദ്ദേശങ്ങൾ എത്തുന്നു. വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ജില്ലാ ആശുപത്രിയുടെ ICU-വിലേക്ക് അവരെ മാറ്റുന്നു. തലയുടെ സൈഡിൽ വേദനയുണ്ട് എന്നവർ പറഞ്ഞതുകൊണ്ട് തന്നെ ആവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ വേഗത്തിൽ അവിടെ സംഭവിച്ചത്. ഇതെല്ലാം മിനിറ്റുകൾക്കകം സംഭവിച്ചതാണ്. അപ്പം സീൻ 6 എത്തുമ്പോഴേക്കും, എന്ന് വെച്ചാൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് സീനുകളിൽ അവർക്ക് വലിയ വേദന ഉള്ളതായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ 3ാം പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം അവർ ഇരുന്നതിന് ശേഷം അവർക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനിടയിൽ തുടക്കത്തിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ ഗൺമാൻ ഇറങ്ങുന്നുണ്ട്. ആ ഗൺമാനെ നമ്മൾ പിന്നീട് ഉന്തും തള്ളും ഉണ്ടാകുന്ന ഇടയിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതാണ്. എന്തായാലും ഇതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു ക്ലാരിറ്റി വരും എന്ന് കരുതാം. പി.സി. സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.